ഹലോ ഹലോ സ്നേഹ, നീ എവിടെയാ? ഞാൻ വീട്ടിലാ രാഹുൽ. സമയം കളയാതൊന്ന് പെട്ടെന്ന് ഇറങ്ങാവോ? നീ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞ എങ്ങനെയാ രാഹുൽ? നീ മമ്മിയോട് കാര്യമെല്ലാം പറഞ്ഞതല്ലേ? മമ്മിയോട് മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ. എന്റെ പൊന്ന് സ്നേഹ, സമയം കളയാനില്ല, ഒന്ന് പെട്ടെന്ന് ഇറങ്ങ്. ഞാൻ പാക്ക് ചെയ്തോണ്ടിരിക്കുക. ശരി ശരി, എന്നാ പെട്ടെന്ന് ആയിക്കോട്ടെ, ഞാൻ വെയിറ്റ് ചെയ്യാം. ഓക്കെ. മമ്മിയോട് ഞാൻ പറഞ്ഞല്ലേ പപ്പ വരുന്നേരം നിൽക്കാൻ എനിക്ക് പറ്റത്തില്ല. മമ്മ പറയുന്ന കേക്ക്. കൈ വിടും. ഞാൻ വിടില്ല, നിന്നെ ഞാൻ വിടില്ല. പോവല്ലേ, ഞാൻ വിടുന്നില്ല, പോവല്ലേ. ഇല്ല, ഞാൻ മാറില്ല. നമുക്ക് സ്കൂളിൽ പോയിട്ട് ഇതൊക്കെ പറഞ്ഞു ട്രെയിനിൽ കയറിയ കാര്യങ്ങളൊക്കെ മിസ്സിനോടും ഫ്രണ്ട്സിനോടൊക്കെ പറയാം. ചേച്ചിയുടെ പേരെന്തുവാ? സ്നേഹ. നിങ്ങളുടെ പേരെന്താ? എൻ്റെ പേര് ദിയ. ഇവളുടെ പേര് ദിയ. അച്ഛൻ്റെ കാലിന് എന്ത് പറ്റിയതാ മോളെ? പാവം പപ്പ വണ്ടി ഇടിച്ചത്. എന്നിട്ട് ഞങ്ങൾ എന്ത് കഷ്ടപ്പെട്ടാ വളർത്തുന്നതെന്നറിയാമോ? അത് പാവം പപ്പ. ചേച്ചിയുടെ അച്ഛനെന്താ ജോലി? പപ്പ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ചോറെടുക്കും. എനിക്ക് നല്ല ക്ഷീണമുണ്ട്, ഒന്ന് നേരത്തെ കിടക്കണം. പപ്പായ്ക്ക് ഇനി ഞാൻ ചോറെടുത്തോളാം. എന്താ അമ്മ അപ്പൊ താനൊരു സൈക്കിള് വാങ്ങിച്ചു. അനുവിന്റെ അച്ഛന് നല്ല കാശുണ്ട്, നമ്മുടെ പപ്പ പാവമില്ലേ. ഞാൻ എത്ര നാളായി പറയുന്നു. എന്താ സ്നേഹക്കുട്ടി ചെണുങ്ങുന്നേ? പപ്പ എന്റെ സൈക്കിൾ. അത്രേ ഉള്ളൂ. മോളൊരു കാര്യം ചെയ്യും, നാളെ വൈകുന്നേരം അമ്മയും മോളുമായിട്ട് പപ്പ പണിയെടുക്കുന്ന കടയില്ലേ, അവിടെ വന്നിട്ടേ നമുക്ക് സൈക്കിൾ വാങ്ങിക്കേണ്ട കാര്യം ചെയ്യാം കേട്ടോ. താങ്ക് യു പപ്പ, എന്നെ നല്ല പപ്പ. പപ്പ വിശന്നിരിക്കുവല്ലേ, ചോറ് കഴിച്ചോ. കണ്ട അവളുടെ ഒരു സന്തോഷം. ഈ കാശില്ലാത്ത സമയത്ത് എങ്ങനെ വാങ്ങിക്കാനാ? മോളുടെ ആഗ്രഹമല്ലേ, നമുക്ക് നമ്മളല്ലേ ഉള്ളൂ, നമുക്ക് വാങ്ങി കൊടുക്കാം. അതൊക്കെ ശരിയാ, പക്ഷേ സാരമില്ല, എന്തായാലും കടം തന്നെ. അതിൻ്റെ ഇടയിൽ കൂടെ എത്തും നടക്കും. നീ ടെൻഷൻ പിടിക്കേണ്ട വെറുതെ. പപ്പ
വന്നോ? വാ കേറി വാ. പപ്പ നമുക്ക് സൈക്കിൾ വാങ്ങാൻ ആ പോണം. മോക്ക് ഒരു പുതിയ സൈക്കിൾ വാങ്ങി കൊടുക്കണം, അതിന് വേണ്ടിയിട്ട്. കുറച്ച് പൈസ കടം തന്ന വലിയ ഉപകാരമായിരുന്നു. ഞാൻ അടുത്ത മാസത്തെ സാലറിയിൽ അത് കറക്റ്റ് ചെയ്യാം. തനിക്ക് തരുന്നതിന് കുഴപ്പമൊന്നുമില്ല, താൻ തിരിച്ചു വരുന്ന എനിക്കറിയാം. പക്ഷേ ഇത്ര ധാരാളം കടന്നില്ല. അല്ല, അത്ര അത്യാവശ്യമാണെങ്കിൽ ഒരു സെക്കൻഡ് സൈക്കിൾ നോക്കിയാൽ പോരെ. മോളുടെ ഒരു ആഗ്രഹമല്ലേ, പുതിയ സൈക്കിളാകുമ്പോൾ കുറച്ച് നാൾ അത് ഉപയോഗിക്കാൻ പറ്റും, അതുകൊണ്ടാണ്. തൻ്റെ ഇഷ്ടംപോലെ ആകട്ടെ. ഇത് മതിയാവും നോക്കി വലിയ ഉപകാരം. ഉണങ്ങി വന്ന് മോള് പള്ളി പാടുന്നല്ലേ? അതെ നന്നായിട്ട് പഠിക്കണം കേട്ടോ. അവരുടെ പപ്പ കഷ്ടപ്പെടുന്നില്ലല്ലേ, നമുക്ക് വേണ്ടി മാത്രമാണ് അവർ കഷ്ടപ്പെടുന്നത്. നന്നായിട്ട് പഠിച്ച് അത്രയും നന്നായിട്ട് മോൾ കേട്ടോ. ഞാനാ ക്ലാസ്സിൽ ഫസ്റ്റ്. ഓക്കെ, ഓക്കെ, ഞങ്ങൾ പോയിട്ട് വരാം. ശരി, ആകട്ടെ. ചേച്ചി സ്വപ്നം കാണാമോ? ഞാനിങ്ങനെ ഓരോന്ന്. നിങ്ങൾ എവിടേക്കാ പോകുന്നത്? ഞങ്ങൾ അർത്തിങ്കപ്പള്ളിയിലേക്ക് പോകുക. ഞങ്ങൾ കുറേ നാളായിട്ടുള്ള ഒരു ആഗ്രഹം അല്ലേടി. അച്ഛന് കാല് വയ്യാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ബസ്സിൽ പോകാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഞങ്ങൾ ട്രെയിനിലാണ് പോകുന്നത്. എടി, ഈ ചേച്ചിയെ കാണാൻ നമ്മുടെ കാറ്റിസം ടീച്ചറിനെ പോലെ ഇല്ലേ? നീ പറഞ്ഞ ശരിയാണല്ലോ. എന്താ പറഞ്ഞു? അല്ല, ചേച്ചിയെ കാണാൻ ഞങ്ങളുടെ കാറ്റിസം ടീച്ചറിനെ പോലെ ഉണ്ടെന്ന് പറയുമായിരുന്നു. ചേച്ചി കാറ്റിസം പഠിച്ചിട്ടുണ്ടോ? കാറ്റഗിസം വാഴും എന്നീശുവേ, നിൻ സ്നേഹമാണെന്നിയുള്ളിൽ ഞാൻ നിൻ സ്വന്തമല്ലേ. പാപിയാമെന്നെ നീ സ്വീകരിക്കൂ, രോഗിയാമെന്നെ നീ സൗഖ്യമാക്കൂ. പാപിയാമെന്നെ നീ സ്വീകരിക്കൂ, രോഗിയാമെന്നെ നീ സൗഖ്യമാക്കൂ. അപ്പോൾ നിങ്ങളുടെ പാട്ടെല്ലാം നന്നായിരുന്നു കേട്ടോ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കൽപ്പനകളിലെ 4ാമത്തെ കൽപ്പനയാണ്. ഏതാണ് ആ കൽപ്പന, പറയാമോ? എന്താണ് നമ്മൾ മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്ന് പറയുന്നത്? മാതാപിതാക്കളല്ലേ നമ്മൾ രാവിലെ പള്ളിയിലൊക്കെ എഴുന്നേൽപ്പിച്ച് വരുന്നവർക്ക്. അപ്പോൾ നമ്മൾ കൂടുതൽ ദൈവത്തിൽ അറിയാൻ അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ അവരെ സ്നേഹിക്കും. വെരി ഗുഡ്. ഇനി ആർക്കെങ്കിലും ഉത്തരം പറയാനുണ്ടോ? ജീവൻ, നമുക്കിഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിച്ചരികയും ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് എപ്പോഴും വാങ്ങിച്ചരികയും നമ്മുടെ നാടോടെ എപ്പോഴും നടക്കുന്ന മാതാപിതാക്കളൊക്കെ. അതുകൊണ്ട് അവരെ കൂടുതൽ ബഹുമാനിക്കും. വെരി ഗുഡ്. ദൈവം കഴിഞ്ഞാൽ നമ്മളെ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് നമ്മുടെ മാതാപിതാക്കളാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കണം. വെരി ഗുഡ്. കുഞ്ഞുമക്കളെ, നിങ്ങളെല്ലാവരും ഒന്ന് കണ്ണടയ്ക്കുക. നിങ്ങളുടെ കുട്ടിക്കാലത്തെക്കുറിച്ച് ഓർക്കുക. ഓർമ്മിക്കാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും? പപ്പായും അമ്മയും ഒക്കെ നിങ്ങളെ ഒപ്പത്തെടുത്തുകൊണ്ട് നടന്ന കാലത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മിക്കാൻ പറ്റുന്നുണ്ടോ? എത്രമാത്രം കഷ്ടപ്പെട്ടാണ് നമ്മളെ മാതാപിതാക്കൾ വളർത്തിയത്, അവരെത്രമാത്രം നമ്മൾ സ്നേഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നമ്മൾ മാതാപിതാക്കൾക്ക് കൊടുക്കേണ്ട ജീവിത മാതൃകയാണ്
യേശു നമുക്ക് കാണിച്ചു തരുന്ന തിരുക്കുടുംബത്തിൻ്റെ മാതൃക. അതുപോലെ തന്നെ ഇപ്പോഴുള്ള നമ്മുടെ വേദനാജനകമായ ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളെ വളർത്തു വലുതാക്കിയ മാതാപിതാക്കളെ തെരുവീതികളിലും വൃദ്ധസദനങ്ങളിലും ഒക്കെ നമ്മൾ കൊണ്ടുവിടാറുണ്ട്. വിദ്യാസമ്പന്നരായ മക്കളൊക്കെ അവരെയൊക്കെ ഉപേക്ഷിക്കും. അതൊക്കെ എത്ര വേദനാജനകമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓർക്കേണ്ടത്. എല്ലാവർക്കും മനസ്സിലായോ? എല്ലാവരും ഇനി കണ്ടു തുറന്നേ. നമ്മുടെ വലതു കൈ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് എഴുന്നേറ്റ് നിന്ന് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. നമുക്ക് വിശ്വാസ പ്രമാണം ഏറ്റുചൊല്ലാം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയിലെയും സൃഷ്ടാവായ ദൈവത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കാവലായി നിൽക്കുന്നു